വലിയവനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരിക്കൽ കൂടി ദൈവവചനവുമായിട്ട് നിങ്ങളുടെ മുന്നിൽ വരുവാനായിട്ട് കൃപാലുവായ ദൈവം തന്ന വലിയ അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. ഇന്നത്തെ വചന ധ്യാനത്തിനു വേണ്ടിയിട്ട് യോബിൻ്റെ പുസ്തകം 34 അധ്യായം അതിൻ്റെ 30 വാക്യം ഞാനൊന്ന് വായിക്കാം. യോബിൻ്റെ പുസ്തകം 34 അധ്യായം അതിൻ്റെ 30 വാക്യം. അവൻ സ്വസ്ഥത നൽകിയാൽ ആർ കുറ്റം വിധിക്കും? ഒരു ജാതിക്കായാലും ഒരാൾക്കായാലും അവൻ മുഖം മറച്ചു കളഞ്ഞാൽ ആർ അവനെ കാണും? ഇന്ന് എടുത്തു പറയുന്ന പദം അവൻ സ്വസ്ഥത നൽകിയാൽ. അവൻ സ്വസ്ഥത നൽകിയാൽ, സർവശക്തനായ ദൈവം നമുക്ക് സ്വസ്ഥത നൽകിയാൽ ആർ കുറ്റം വിധിക്കും? മനുഷ്യൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്, കാംക്ഷിക്കുന്നത് സ്വസ്ഥതയാണ്. സ്വസ്ഥതയില്ലാതെ നമുക്ക് ഒരു നിമിഷം പോലും മുന്നോട്ട് പോകാനായിട്ട് ഒരിക്കലും സാധ്യമല്ല. നമ്മുടെ കയ്യിൽ എത്ര സമ്പത്തുണ്ടെങ്കിലും, എന്തൊക്കെ നേട്ടങ്ങൾ നമ്മൾ കരസ്ഥമാക്കിയാലും, ഉന്നതമായ വിദ്യാഭ്യാസം നമ്മൾ നേടിയാലും, വലിയ വീട് വെച്ചാലും, അതിൽ പാർത്താലും, വില കൂടിയ ഭക്ഷണം നമ്മൾ കഴിച്ചാലും, നമ്മുടെ ഹൃദയത്തിന് സ്വസ്ഥത ലഭിക്കുന്നില്ല എങ്കിൽ അതെല്ലാം നിഷ്പ്രയോജനമാണ്. മാത്രമല്ല, സ്വസ്ഥതയില്ലാത്ത ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ തൻ്റെ ജീവിതത്തിൽ ഒരു പരാജയമായിരിക്കും. എന്നാൽ സ്വസ്ഥതയുള്ള മനുഷ്യൻ അവൻ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഏറ്റവും കൃതാർത്ഥനായിട്ട് അവന് ജീവിക്കുവാനായിട്ട് സാധിക്കും. എന്നാൽ സ്വസ്ഥത രണ്ട് വിധത്തിൽ ഉണ്ട്. രണ്ട് വിധത്തിൽ മനുഷ്യർ അതിനെ കാണുന്നു. ഒന്ന് ലോകപരമായ സ്വസ്ഥത, രണ്ടാമത്തേത് ദൈവം തരുന്ന സ്വസ്ഥത. നമ്മുടെ കയ്യിൽ കുറെ പണം വന്നു ചേരുമ്പോൾ, നമ്മുടെ കയ്യിൽ നാം പ്രതീക്ഷിക്കാതെ, അല്ലെങ്കിൽ നാം ബിസിനസ്സൊക്കെ ചെയ്ത് അതിലൊരു വിജയം കൈവരിച്ച് നമ്മുടെ കയ്യിൽ കുറെ പണം വന്ന് ചേരുമ്പോൾ നമുക്കറിയാതെ ഒരു സംതൃപ്തി, ഒരു സന്തോഷം നമ്മുടെ ഉള്ളിലുണ്ടാകും. അത് ഒരു തരം സംതൃപ്തി, അല്ലെങ്കിൽ പ്രത്യാശ, അല്ലെങ്കിൽ ഒരു സ്വസ്ഥത നമുക്ക് നൽകിത്തരും. അതുപോലെ തന്നെ നമ്മുടെ മക്കളൊക്കെ പഠിച്ച് നല്ല നിലയിലെത്തി അവർ നല്ലൊരു ജോലിയിലേക്ക് പ്രവേശിക്കുമ്പോൾ അവരുടെ ജീവിതം സെക്യൂറായി, നമ്മുടെ ജീവിതമൊക്കെ സേഫായി എന്ന് തോന്നൽ നമുക്ക് വരാം. അതും മനുഷ്യന് ഒരു തരത്തിൽ ചിലപ്പോൾ സ്വസ്ഥത നൽകുവാനായിട്ട് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ സാഹചര്യങ്ങൾ ഒക്കെ അനുകൂലമാകുമ്പോൾ നമുക്ക് സ്വസ്ഥതയുണ്ട് എന്ന ഒരു തോന്നൽ, ഒരു ഫീലിംഗ് നമുക്ക് വരുവാനായിട്ട് സാധ്യതയുണ്ട്. പക്ഷേ ഈ ലോകപരമായ മാനുഷികമായ സ്വസ്ഥതയുടെ ഒക്കെ പ്രത്യേകത എന്ന് പറയുന്നത് അത് നിമിഷ നേരം കൊണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് ചോർന്നു പോകുന്ന സ്വസ്ഥതയാണ്. നമ്മുടെ കയ്യിൽ നിന്ന് ആ സാമ്പത്തികം ഒന്ന് മാറിപ്പോയാൽ, അല്ലെങ്കിൽ സാമ്പത്തികം നിലനിൽക്കുമ്പോൾ തന്നെ മറ്റൊരു പ്രതിസന്ധി നമ്മെ തേടി വരുമ്പോൾ അതുവരെ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായ എല്ലാ സ്വസ്ഥതകളും, എല്ലാ സമാധാനവും നമ്മിൽ നിന്ന് ചോർന്നു പോകാനായിട്ട് ഇടയായിത്തീരും. എന്നാൽ ഇവിടെ യോബിൻ്റെ പുസ്തകത്തിൽ പറയുന്നത് ദൈവം തരുന്ന സ്വസ്ഥതയെക്കുറിച്ചാണ്. അവൻ സ്വസ്ഥത നൽകും, ആർ കുറ്റം വിധിക്കും? ദൈവം തരുന്ന സ്വസ്ഥതയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അത് ശാശ്വതമാണ്. സ്വസ്ഥത തരുന്നവൻ, സ്വസ്ഥത തരേണ്ടവൻ ദൈവമാണ്. ആ ദൈവം നമ്മുടെ ഹൃദയത്തിനകത്ത് ഒരു സ്വസ്ഥത തരുമ്പോൾ, ദൈവിക സമാധാനം പകരുമ്പോൾ, ആ സ്വസ്ഥതയുടെ പ്രത്യേകത ഒരു മനുഷ്യനോ ഒരു സാഹചര്യത്തിനോ ആ സ്വസ്ഥതയെ നമ്മിൽ നിന്ന് കവർന്നെടുക്കുവാൻ സാധ്യമല്ല. കാരണം തരുന്നവൻ ദൈവമാണ്. ദൈവം തരുന്ന സ്വസ്ഥത, അല്ലെങ്കിൽ ദൈവം തൻ്റെ സ്വസ്ഥത നമ്മുടെ മേൽ പകരപ്പെടുമ്പോൾ ഒരുപക്ഷെ സാഹചര്യങ്ങൾ പ്രതികൂലമായി വരാം, സാമ്പത്തിക സ്ഥിതി മോശമായി എന്ന് വരാം. സ്വസ്ഥത നിലനിൽക്കുമ്പോൾ തന്നെ നമ്മുടെ സാമ്പത്തികം അത്ര ഭദ്രമല്ലാത്ത ഒരു സാഹചര്യം ഉണ്ടായി എന്ന് വരാം. പക്ഷേ അങ്ങനെ നിൽക്കുമ്പോഴും, സാമ്പത്തികമായിട്ട് നമ്മൾ സെക്യൂർ അല്ലാതെ നിൽക്കുമ്പോഴും നമ്മുടെ ഹൃദയത്തിനകത്ത് ഒരു സമാധാനം, ഒരു സ്വസ്ഥത നമുക്ക് ഫീൽ ചെയ്യും. അതാണ് ദൈവം തരുന്ന സ്വസ്ഥതയുടെ പ്രത്യേകത. നമുക്ക് വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് നമ്മൾ പ്രതീക്ഷിക്കുന്ന നല്ല ജോലി കിട്ടാതിരിക്കുമ്പോൾ നമുക്ക് ഒരുപക്ഷെ മാനുഷികമായിട്ട് നിരാശ തോന്നാം. എന്നാൽ ദൈവം തന്ന സ്വസ്ഥത ഹൃദയത്തിൽ വഹിക്കുന്ന ഒരു മനുഷ്യനാണ് എങ്കിൽ സാഹചര്യം എന്ത് തന്നെയാണെങ്കിലും അതിൻ്റെ മധ്യത്തിൽ സമാധാനത്തോടെ, സ്വസ്ഥതയോടെ, സന്തോഷത്തോടെ നമുക്ക് നിലനിൽക്കുവാനായിട്ട് സാധിക്കും.
ദൈവം തരുന്ന സ്വസ്ഥതയുടെ മറ്റൊരു പ്രത്യേകത, ഒരിക്കലും ഒരു മനുഷ്യനോ ഒരു സാഹചര്യത്തിനോ ആ സ്വസ്ഥതയെ നിങ്ങളിൽ നിന്ന് കവർന്നെടുക്കുവാൻ, മോഷ്ടിച്ചെടുക്കുവാൻ ഒരിക്കലും സാധ്യമല്ല. ഒരുപക്ഷെ മോഷ്ടിച്ചെടുക്കുവാൻ അത് സാഹചര്യങ്ങൾ ശ്രമിച്ചു എന്ന് വരാം. ചില മനുഷ്യർ, നിങ്ങളോട് ശത്രുതയുള്ള, വിരോധമുള്ള, അസൂയയുള്ള ചില വ്യക്തികൾ അത് ആഗ്രഹിച്ചു എന്ന് വരാം. അതുപോലെ അദൃശ്യ മണ്ഡലത്തിൽ അദൃശ്യ ശക്തികൾ, ദുഷ്ടശക്തികൾ നിങ്ങളുടെ സ്വസ്ഥത കവർന്നെടുക്കുവാൻ ആവുന്നതും ശ്രമിച്ചു എന്ന് വരാം. പക്ഷേ ദൈവം തരുന്ന സ്വസ്ഥതയ്ക്കകത്താണ് നിങ്ങൾ നിലനിൽക്കുന്നതെങ്കിൽ, ആ സ്വസ്ഥതയാണ് നിങ്ങളുടെ ഹൃദയത്തിൽ കിടക്കുന്നതെങ്കിൽ, ഒരു സാഹചര്യത്തിനോ ഒരു മനുഷ്യനോ ഈ ലോകത്തിലെ അദൃശ്യ മണ്ഡലത്തിനോ ആ സ്വസ്ഥതയെ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് കവർന്നെടുക്കുവാൻ സാധ്യമല്ല. ആ സ്വസ്ഥത നിങ്ങൾക്ക് ഉറക്കം തരും. ആ സ്വസ്ഥത നിങ്ങൾക്ക് സമാധാനം തരും. ആ സ്വസ്ഥത നിങ്ങൾക്ക് ഹല്ലേലൂയ ദൈവത്തിൻ്റെ വലിയ സമാധാനം നിങ്ങളിൽ നൽകിത്തരും. ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, ആ സ്വസ്ഥതയിലേക്ക് നടക്കുവാൻ, ആ സ്വസ്ഥതയിലേക്ക് നിങ്ങൾ നടന്നു കയറുവാനായിട്ട്, നിങ്ങളിലേക്ക് അതൊന്നോ പകരുവാനായിട്ട് എൻ്റെ ദൈവം ആഗ്രഹിക്കുകയാണ്. ഈ നാളുകളിൽ ഒരു ദൈവീക സ്വസ്ഥതയ്ക്കകത്തേക്ക് നിങ്ങൾ കയറാൻ പോവുകയാണ്. നമുക്കറിയാം യോസേഫിൻ്റെ പ്രത്യേകത, ജോസേഫിനോടുകൂടെ ദൈവമുണ്ടായിരുന്നു. അതുകൊണ്ട് അവൻ സകലത്തിലും കൃതാർത്ഥനായി. ഇതുപോലെ കൃതാർത്ഥനാകുന്ന ഒരു അനുഭവത്തിലേക്ക് ദൈവം നിങ്ങളോടുകൂടെ ഉള്ളത് നിമിത്തം ദൈവിക സ്വസ്ഥതയിലേക്ക് നിങ്ങൾ പ്രവേശിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് നിങ്ങളെ ദൈവം നടത്താൻ പോവുകയാണ്. ഒരു നിമിഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. സ്വർഗീയ പിതാവേ, സ്വർഗസ്ഥനായ നല്ല ദൈവമേ, ഈ ജനത്തിനു വേണ്ടി അങ്ങയുടെ സന്നിധിയിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്ന് വചനത്തിൽ നിന്ന് ഞങ്ങൾ കേട്ടതുപോലെ ദൈവമേ, അങ്ങ് ഒരു സ്വസ്ഥത ഞങ്ങൾക്ക് നൽകി തന്നാൽ ആർ കുറ്റം വിധിക്കും? ആർ സ്വസ്ഥതയെ ഞങ്ങളിൽ നിന്ന് എടുത്തു മാറ്റും? അങ്ങ് തരുന്ന ആ ദൈവിക സമാധാനം, ആ സ്വസ്ഥത നിന്റെ ജനത്തിൻ്റെ ഹൃദയത്തിൽ പകരണമേ കർത്താവേ. ഈ കാലഘട്ടത്തിൽ അവർ കടന്നു പോകുമ്പോൾ അവർ ആയിരിക്കുന്ന സകല സാഹചര്യങ്ങളിലും സമാധാനത്തോടും സ്വസ്ഥതയോടും അവർ ആയിരിക്കുവാൻ ദൈവമേ, അങ്ങയുടെ വലിയൊരു കൃപ, അങ്ങയുടെ ഒരു സാന്നിധ്യം ഈ ജനത്തിൻ്റെ മേൽ അവിടുന്ന് പകരണം. രക്തത്താൽ നിന്റെ ജനത്തെ മുദ്രവെച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. മുഴുമഹത്വവും അങ്ങേക്ക് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവം നിങ്ങളെ എല്ലാവരെയും ദൈവിക സ്വസ്ഥതയിലേക്ക് നടത്തട്ടെ. ഗോഡ് ബ്ലെസ് യു ആൻഡ് ബ്ലെസ് യു.